ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ രൂപ പോലും മുടക്കാണ്ട് വിസ കിട്ടുന്ന ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീലാൻസ് വിസയെക്കുറിച്ച് പറയാനാണ്. അതായത് ഇവിടെ നമുക്ക് നാട്ടിൽ നിന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് ഫ്രീലാൻസ് വിസകൾ കിട്ടും, അല്ലെങ്കിൽ അതങ്ങനെ തരും എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമ്പനികൾ ഇവിടെ ഉണ്ട്. അങ്ങനെ വിസ കൊടുക്കുന്ന ഒത്തിരി കമ്പനികളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മറവിലുള്ളൊരു കളി എന്താണെന്നറിയോ? കൂടുതലും നിങ്ങൾക്ക് വിസകൾക്ക് നിങ്ങൾക്ക് മറ്റ് ജോലികളിലേക്ക് മാറാനൊക്കെ പറ്റുന്നതാണ്. അവർ നിങ്ങൾക്ക് NOCയും കാര്യങ്ങളൊക്കെ തരുമായിരിക്കും. പക്ഷേ ഒട്ടുമുക്കാൽ കമ്പനികൾ ഞാൻ അന്വേഷിച്ചപ്പോൾ, എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ, അവർ തരുന്ന വിസകളിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളിത് 2 വർഷത്തെ ജോബിൻ്റെ അല്ലെങ്കിൽ നിങ്ങളിത് NOC തന്നു കഴിഞ്ഞാൽ 1 വർഷത്തെ ആണെങ്കിലോ അല്ലെങ്കിൽ 2 വർഷത്തേക്കൊക്കെ NOC നമുക്ക് കിട്ടും, 6 മാസത്തേക്കൊക്കെ നമുക്ക് കിട്ടും. ഇത് കഴിഞ്ഞ് നമ്മൾ NOC രണ്ടാമത് റിന്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ സ്ഥാപനം പോലും അവിടെ ഉണ്ടായിക്കോണമെന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾ 2 വർഷത്തെ NOC കഴിഞ്ഞ് നിങ്ങൾ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ആ സ്ഥാപനത്തിൻ്റെ മേളിൽ ഒത്തിരി ഓരോ സ്ഥാപനങ്ങളാണിത് കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ടും സ്ഥാപനങ്ങളാണിത് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു 10-20 പേർക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് മാതിരിയായി. അപ്പോൾ അവരെന്ത് ചെയ്യും? മറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ മറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് മാക്സിമം ഇവരെ കൊണ്ട് പറ്റുന്നിടത്തോളം ഇവിടുന്ന് ലോണ് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ അവർ സംഘടിപ്പിച്ച് ഈ കമ്പനിയുടെ മേളിൽ മാക്സിമം ബാധ്യത വരുത്തി വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും? ഈ പൈസ കൊണ്ട് ഇവർ നാടുവിടും. അപ്പോൾ ഇവർക്ക് കിട്ടേണ്ടത് മാക്സിമം മില്യൺ കണക്കിന് രൂപകൾ ദിർഹംസ് ഇവിടുന്ന് കിട്ടിയിട്ട് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഇവർ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഈ കമ്പനി ഗവൺമെൻറ് ബാൻ ചെയ്യുക അല്ലെങ്കിൽ മറ്റു രീതികളിലൊക്കെ ഇതെന്തെങ്കിലും രീതിയിൽ ഒരു കുരുക്കിൽ പെട്ടിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ വിസയുടെ മുകളിൽ എന്തുണ്ടാവും? ഈ ബാൻ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനോ നാട്ടിലേക്ക് തിരിച്ചു കയറി പോകാൻ പോലും പറ്റില്ല. ചിലപ്പോൾ പൊതുമാപ്പ് വഴി എങ്ങാനും പോകാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നിങ്ങൾ ഇവിടെ പെട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രീലാൻസ് വിസ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടിയും കൂടുതലായിട്ടും ഫ്രീലാൻസ് വിസ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ട്രാവൽ ഏജൻസികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം അതൊക്കെയാണ്. പക്ഷേ എന്താണെങ്കിലും നിങ്ങൾ ശരിക്കും അന്വേഷിക്കാതെ ഒരിക്കലും ഫ്രീലാൻസ് വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. 5000 ദിർഹംസ് മുതലൊക്കെ ഈ വിസ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവില്ല. കാരണം നമുക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം ഫ്രീലാൻസ് വിസ അത് അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. നമുക്ക് ഇഷ്ടമുള്ള ജോലിക്ക് കയറാം, അവർ NOC തരും. ഒരിക്കലും അവരുടെ പാർട്ട്ണർഷിപ്പ് വിസകളിലൊന്നും നമ്മൾ പോയിട്ട് എന്ത് ചെയ്ത് തല വെച്ച് കൊടുക്കരുത്. ഈ ഫ്രീലാൻസ് വിസ പ്രൊഫഷൻ അടിക്കണമല്ലോ. എന്തിനാണ് ഇവിടെ പ്രൊഫഷൻ മസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അടിക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഈ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാറുള്ളത്. അപ്പോൾ ആ കമ്പനിയുടെ പേരിലുള്ള ബാധ്യത പോലും നമ്മൾ ഈ പാർട്ട്നേഴ്സ് വിസയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് മറ്റ് വീഡിയോസുകളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ചാനലാണ്. നമ്മളെ ചാനൽ കണ്ടിട്ട് പലർക്കും വിസ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരിക്കലും ആരെയും പറ്റിക്കില്ല. എനിക്കിതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ലാഭവും ഉള്ളതല്ല. കാരണം ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഞാൻ പറയുന്നത് എല്ലാവരിലേക്ക് എത്തുവാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. കുറച്ച് വലിയ വീഡിയോ ആണ്. സാധാരണ ഞാൻ ചെറിയ ഷോർട്സാണ് ഇടാറുള്ളത്. പക്ഷേ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലും വലിയ കാര്യങ്ങൾ നമുക്ക് മറ്റ് വീഡിയോസിൽ പറയാനുമുണ്ട്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.